നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണകൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഞാനിന്ന് പറയാൻ പോകുന്നു, ഇപ്പം ഓണത്തിൻ്റെ കാലമൊക്കെ ആണല്ലോ അല്ലേ. പൂക്കളുടെ ആ ഒരു സൗരഭ്യവും ഇല്ലേ, പൂക്കളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. അപ്പം ഞാൻ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള, എപ്പോഴും ചൊല്ലാറുള്ള, എൻ്റെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന വൈലോപ്പിള്ളിയുടെ ഒരു കവിതയാണ് ഞാനിപ്പം ചൊല്ലാൻ പോകുന്നത്. പാടാനൊന്നും അറിയാൻ പാടില്ല, അതുകൊണ്ട് പറയാം ആ കവിത. മാനീച്ചോരോ മലരുകൾ വന്നു മാവേലി ദേവനെ എതിരേൽക്കാൻ, തങ്കച്ചാറിൽ തനുമിന്നും പടി മുങ്ങിച്ചെന്നു മുക്കൂറ്റി, പാടലമാം പട്ടടയോടെത്തി പാടത്തുണ്ടൊരു ചിറ്റാട, ആമ്പലിനുണ്ടു കിരീടം നെല്ലിപ്പൂവിനുമുണ്ടൊരു സൗരഭ്യം, കരൾ കവരുന്നൊരു നിറമോ മണിമോ കണി കാണാത്തൊരു തുമ്പപ്പൂ, നാണമോതുക്കിയണഞ്ഞു കാലടി പോലെയിരിക്കും തുമ്പപ്പൂ, ദേവൻ കനിവോടു നറുമുക്കൂറ്റി പൂവിനെയൊന്നു കടാക്ഷിച്ചു, കുതുകാൽ തടവി ചിറ്റാടപ്പൂ കൂടുതലൊന്നു തുടുപ്പിച്ചു, ആമ്പലിനേകി പുഞ്ചിരി നെല്ലിപ്പൂവിനെ അമ്പോടു ചുംബിച്ചു. പിന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ്. പാവം തുമ്പയെ വാരിയെടുത്തു ദേവൻ വച്ചു മൂർധാവിൽ, ഉലകം കൊള്ളുക തുമ്പപ്പൂവേ പൂക്കളിൽ നീയേ ഭാഗ്യവതി. ഇപ്പം മനസ്സിലായോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പൂക്കളത്തിൻ്റെ നടുക്ക് തന്നെ നമ്മുടെ തുമ്പ വയ്ക്കും എന്നുള്ളത്? അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ച് നമ്മുടെ ആ തുമ്പപ്പൂവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം.